ഇന്ന് നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റിയ ഒരു എഗ് റോസ്റ്റാണ്. ഇതിനെക്കാട്ടിലും പെട്ടെന്ന് ഒരു എഗ് റോസ്റ്റ് വെക്കാൻ പറ്റില്ല. അടിപൊളി ടേസ്റ്റാണ്. എണ്ണയിലിട്ട് വഴട്ടുകയോ ഒന്നും ചെയ്യാതെ ഈ എഗ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ് ഈ എഗ് റോസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 4 മുട്ട ബോയിൽ ചെയ്യാനെടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇടുമ്പം പൊട്ടിപ്പോവുകയില്ല. അതുപോലെ തന്നെ അതെളുപ്പം നമുക്ക് അതിൻ്റെ മുട്ടയുടെ തോട് പൊളിച്ചെടുക്കുകയും ചെയ്യാം. അപ്പം ഞാനിവിടെ 2 വലിയ സവാളയും ഒരു ചെറിയ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മസാലയ്ക്കാണെങ്കിൽ ചുമന്ന മുളകും മഞ്ഞളും ചിക്കൻ മസാലയും ഗരം മസാലയാണ് എടുത്തേക്കുന്നത്. മല്ലിപ്പൊടി യൂസ് ചെയ്യില്ല. എന്നിട്ട് ഒരു ചെറിയൊരു കുക്കറിൽ ഈ സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളെടുത്ത് വെച്ച മസാലകളും കൂടെ അതിനകത്തിട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നല്ല തിരുമണം. ഇതിനകത്ത് വെള്ളമോ എണ്ണയോ ഒന്നും ഇപ്പോൾ ഒഴിക്കത്തില്ല. ഇതേപോലെ നന്നായിട്ട് തിരുമിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. എന്നിട്ട് ഗ്യാസിൽ വയ്ക്കുക. ചെറിയ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ. അതിന് ശേഷം നമുക്കിത് തുറന്നിട്ട് നോക്കാം. ആവശ്യത്തിനുള്ള കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് വേറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഞാൻ എടുത്ത മസാലയും സവാളയും തക്കാളിയും എല്ലാം ആണ്. അടിക്കൊന്നും പിടിക്കില്ല. എന്താണെന്ന് പറഞ്ഞാൽ സവാളയുടെയും തക്കാളിയുടെയും ഒക്കെ നീര് അതിനകത്ത് ഇറങ്ങും. അതുകൊണ്ട് അടിക്കൊന്നും പിടിക്കില്ല. ഇവിടെ റെഡി ആയിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. സവാളയും തക്കാളിയും എല്ലാം കുക്കായിട്ടുണ്ട്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയം വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. പക്ഷേ ഞാനിവിടെ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല. എനിക്കിങ്ങനെ എഗ് റോസ്റ്റായിട്ട് തന്നെ വേണം, കറിയൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല. എന്നിട്ട് നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചത് കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് ഈ ഇതിലോട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് ആ മുട്ടയും കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഇതിനകത്ത് ഞാനിവിടെ എണ്ണയ്ക്കകത്ത് കടുക് പൊട്ടിച്ച് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എണ്ണ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ എണ്ണയും കടുകും പെരിഞ്ചീരകവും കരിയാപ്പിലയും കൂടാണ് ഞാൻ പൊട്ടിച്ച് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നേ. എല്ലാം കൂടി ഒരു 10 മിനിറ്റിൻ്റെ ജോലിയേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എഗ് റോസ്റ്റും അതിൻ്റെ കൂടെ എന്തെങ്കിലും ദോശയുടെ മാവോ അപ്പത്തിൻ്റെ മാവോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. എന്നുവെച്ചാൽ നമുക്ക് സമയം അധികം വേണ്ട. അത്രയ്ക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി എഗ് റോസ്റ്റാണ്. ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് ഈ എഗ് റോസ്റ്റ് വെച്ചത്. ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ല കോംബോ ആണ്. നമുക്കിപ്പോൾ കറി ഇല്ലെന്നുണ്ടെങ്കിലും ഈ സവാള വഴറ്റിയത് ഇല്ലേ, അത് മതി നമുക്ക് ഇടിയപ്പം കഴിക്കാൻ. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. ഈ ഇടിയപ്പത്തിൻ്റെ മാവ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. വെള്ള അരിയും പച്ചരിയും കൂടെ മിക്സ് ചെയ്തിട്ട് പൊടിച്ച് വെക്കുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല ടേസ്റ്റായിരിക്കും. ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതേപോലെ